ഗൈസ് എല്ലാവർക്കും ഡോണോട്ടൻ ഹിയറിലോട്ട് സ്വാഗതം. ഞാൻ കുറേ നാളെ വീഡിയോ എടുത്തിട്ട് കാരണം എനിക്ക് കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. പിന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കണ്ടൻറ്റൊക്കെ എന്തൊക്കെ തരം കണ്ടൻറ്റിലാണ് ഞാൻ ചെയ്യേണ്ടത്, അത് അടുത്ത വീഡിയോയിൽ ഇങ്ങനെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഇടുക. അപ്പോൾ ഞാൻ അങ്ങനെ ഇടാം. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ ഓണം ആയതുകൊണ്ട് വെക്കേഷൻ ടൈമിൽ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം അവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞതോടെ എനിക്ക് 100 സബ്സ്ക്രൈബറായി. എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്താണ് ഈ വെക്കേഷൻ ടൈമിൽ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. ഓക്കെ, അപ്പോൾ ആ വിശേഷങ്ങളാണ്. ഈ വീട്ടിലാണ് ഞാൻ നിൽക്കാൻ വന്നത്. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ ഇവിടെ എൻ്റെ അമ്മച്ചിയുണ്ട്. ഇതിപ്പോൾ എന്നെ കൊണ്ടുവന്നാക്കാൻ വന്ന എൻ്റെ ചാച്ചനാണ്. ഞാനിത് നേരത്തെ വീഡിയോസൊക്കെ നേരത്തെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ഡേ ആണ് ഇരിക്കുന്നത്. ഇന്ന് 21-ാം തീയതിയാണ്. ഞാൻ ബുധനാഴ്ച ഇന്ന് ശനി. ഞാൻ ബുധനാഴ്ച ഇവിടെ വന്നു. എന്നിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ആണ്. ഇതാണ് വീട്. ഞാൻ വീടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീട്. ഇത് ഞങ്ങളുടെ കാറ്. ഇതാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. തൊട്ടടുത്തൊരു തോടുമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അപ്പച്ചൻ അവിടെ കുറച്ച് കൃഷി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ തോടിൻ്റെ സൈഡിലും ഞങ്ങളുടെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വളമൊക്കെ ഇടാൻ പോകണതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ അമ്മച്ചിമാരുടെ കൂടെ ഞങ്ങൾ നടക്കാൻ പോണേണ്. അപ്പോൾ ആ വിഷ്വൽസ് കാണാം. അപ്പോൾ അപ്പച്ചനിവിടെ എന്തോ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താ അപ്പച്ചേ? ഇതെന്തിന്റെ മരോ? ഓ, അപ്പച്ചനിവിടെ വിറക് വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഏതൊരു മരമാണ് ഞാൻ മറന്നുപോയി, കേട്ടില്ല. മഹാഗണി. അപ്പോൾ ഇതേ അവിടെ അമ്മച്ചിമാരൊക്കെ പുറത്തിറങ്ങി. ഇപ്പോൾ ഞങ്ങളിവിടെ നടക്കണേണ്. അപ്പോൾ ആ തോടിൻ്റെ സൈഡിലോട്ടൊക്കെ ഞങ്ങൾ പോവും. അപ്പോൾ ആ വിഷ്വൽസ് നമുക്ക് കാണാം.
ഇപ്പോൾ രാവിലെ പിന്നെ ഗൈസ് ഞാൻ ഈ വീഡിയോ എടുക്കണ ഓരോരോ ദിവസങ്ങളായിട്ടാണ്. ചിലപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആയിരിക്കും, അതായത് ഞാനിവിടെ ഓണമായിട്ട് നിൽക്കാൻ വന്നേക്കണുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആയിരിക്കും അടുത്തത് വരുന്നത്. അങ്ങനെ ഞാൻ ഓരോ ദിവസങ്ങളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇന്ന് 20-ാം തീയതിയാണ്, സെപ്റ്റംബർ 20-ാം തീയതിയാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ അപ്പച്ചൻ അവിടെ അടിയിൽ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാനായിട്ടാണ്. ആ തോടിൻ്റെ അവിടെ എന്തോ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാനായിട്ട്, അത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഇവിടെ രാവിലെ എഴുന്നേൽക്കും. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടാവും. അപ്പോൾ അപ്പച്ചൻ അവിടെ എന്താണ് ചെയ്യണമെന്ന് നോക്കാം. ഗൈസ് ഇതാണ് തോട്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി കുളിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അമീബ ഉള്ളതുകൊണ്ട് ഇപ്പം ഇറങ്ങാൻ പേടിയാണ്. ഇവിടുന്ന് അവിടെ പോയാൽ അവിടെ നല്ല ആഴമുണ്ട്. ഇവിടെ ആഴമില്ല, അവിടെ നല്ല ആഴമുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ പോകാറുണ്ട് പണ്ട്. പക്ഷെ ഇപ്പോൾ പോകാറില്ല. അമീബ വന്നേ പിന്നെ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് വഴി. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലം, ഇതൊക്കെ ഇവരുടെ സ്ഥലം തന്നെയാണ്. അത് വാങ്ങിച്ചപ്പോൾ ഈ സ്ഥലവും കൂടി വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ കൊന്ന് രാത്രിയാകുമ്പോൾ ഇരിക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ വ്യൂ ഒക്കെ കാണാം. അപ്പുറത്തെ പാടമാണ്, വെയിലായതുകൊണ്ട് ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. അപ്പുറത്തെ പാടമാണ്. അപ്പോൾ പിന്നെ അവിടെ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു കുഴിയുണ്ട്. അത് നോക്കിയില്ലെങ്കിൽ പണി കിട്ടും. പിന്നെ നിങ്ങളോട് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലിങ്ങനെ നമ്മുടെ ഇതുപോലത്തെ തോടോ അരുവിയെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം. പിന്നെ ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇപ്പോൾ ഇറങ്ങരുത്. ഇപ്പോൾ അമീബ തന്നെ ഉണ്ട്. അപ്പോൾ സൂക്ഷിക്കുക, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തോട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്ത് ഈ തോടൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി വരുമ്പോൾ ഇവിടെയൊക്കെ വന്ന് രസിച്ച് ഇങ്ങനെ നിൽക്കാം. ഇങ്ങനെ രാത്രി ഇവിടെയൊക്കെ ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും, മേളിൽ കളർഫുള്ളായിട്ടുള്ള. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ ഒന്ന് മീനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറേ ചേട്ടന്മാർ, അവിടെ ഒരു പാലമുണ്ട്. അപ്പോൾ അവിടെ ഇച്ചിരി ആഴമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മീനൊക്കെ കിട്ടും. നല്ല ഏത് മീനാണെന്നൊന്നും എനിക്കറിയില്ല. മീനൊക്കെ കിട്ടാറുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതുവരെ പിടിച്ചിട്ടില്ല. ഒരു ദിവസം പിടിക്കണം ഇവിടെ വന്നിട്ട്. അവിടെ അപ്പച്ചൻ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഇതിലോട്ട് നമുക്ക് പോവാം.
ഗൈസ് ഇവിടെ വാഴയൊക്കെ ഉണ്ട് കേട്ടോ ഈ ചെറിയ സ്ഥലത്ത്. പിന്നെ ഇവിടെ കരിമ്പൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ ഒരു പാലമുണ്ട്. ഇതേ ഞാൻ കാണിച്ചു തരാം. ഈ പാലത്തിലിരുന്ന് ഞാൻ മീനൊക്കെ പിടിക്കാം. നമ്മൾ കൂടുതൽ ഇറങ്ങണില്ല, എനിക്ക് പേടിയാണ്, പാമ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇവിടെ കരിമ്പൊക്കെ ഉണ്ട്. അപ്പച്ചൻ അവിടെ നിൽക്കുന്നതാണ്. ഇതേ കണ്ട, അതാണ് പാടം. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, അവിടെയൊക്കെ പാമ്പുണ്ടാവും. അപ്പം ഞാൻ ഇവിടെ നിന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വീട് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടത് ഇതാണ് ഇവിടുത്തെ ഇത് വ്യൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻസൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാനതൊക്കെ മാക്സിമം ശ്രമിക്കാം അതൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ എല്ലാവരും എന്നോട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് തരണം. അപ്പോൾ എന്നെ വളർത്തി വലുതാക്കണം. അപ്പോൾ എല്ലാവരും ഞാൻ ഒന്നും കൂടി പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം. ഓക്കെ ബൈ.